എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് 3 സാറ്റലൈറ്റാണ്. സാറ്റലൈറ്റ് ഏതൊക്കെയാണെന്ന് നോക്കാം. കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ 2 സാറ്റലൈറ്റിൻ്റെ കൂടെ അഡീഷണൽ ഒരു സാറ്റലൈറ്റ് കൂടി ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ തവണ പരിചയപ്പെടുത്തിയ സാറ്റലൈറ്റാണ് 76ഉം 83ഉം. ഇപ്പോൾ അഡീഷണലായിട്ട് ചെയ്തിരിക്കുന്നത് 68. അഡീഷണലായിട്ട് ചെയ്തിരിക്കുന്ന സാറ്റലൈറ്റ് ഏത് സൈഡിലേക്കാണ് അത് ക്ലാമ്പ് ചെയ്യേണ്ടതെന്നുള്ളതാണ് നോക്കേണ്ടത്. ഇപ്പോൾ വീഡിയോ എടുക്കുന്ന ഡിഷിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നിൽക്കുമ്പോൾ നിങ്ങളെ ഇടത് കൈയിൻ്റെ ഭാഗത്താണ് 83 ഡിഗ്രി ക്ലാമ്പ് ചെയ്യേണ്ടത്. പടിഞ്ഞാറ് ഭാഗത്താണ് 83 ഡിഗ്രി ക്ലാമ്പ് ചെയ്യേണ്ടത്. ഇത് തമ്മിലുള്ള അകലം വരുന്നത് 5.5 സെൻറ്റിമീറ്റർ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത് 76 83ക്കുള്ള അകലാണ് 5.5 സെൻറ്റിമീറ്റർ. 76ഉം 83ഉം കഴിഞ്ഞ വീഡിയോയിൽ പരിചയപ്പെടുത്തിയതാണ്. പിന്നീട് ഇപ്പോൾ ചെയ്തതാണ് 68 ഡിഷിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നിൽക്കുമ്പോൾ നിങ്ങളെ വലത് കൈയിൻ്റെ ഭാഗത്താണ് ക്ലാമ്പ് ചെയ്യേണ്ടത്. 76ഉം 68ഉം കൂടിയുള്ള അകലം വരുന്നത് 7 സെൻറ്റിമീറ്റർ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നതാണ് 7 സെൻറ്റിമീറ്റർ. 68 ക്ലാമ്പ് ചെയ്യേണ്ട ഡിഷിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ കിഴക്ക് ഭാഗത്ത്. നമുക്കറിയാം 6 ഫീറ്റിന് 3 പോക്കൽ ലെങ്ത് ആയിട്ടാണ് വരുന്നത്. അതിൽ 2 പോക്കൽ ലെങ്ത് ഫ്രണ്ട് ഭാഗത്തും 1 പോക്കൽ ലെങ്ത് ബാക്ക് ഭാഗത്തായിട്ടാണ് വരിക. ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ വലത് കൈയിൻ്റെ ഭാഗത്തുള്ള പോക്കൽ ലെങ്ത്താണ് ഞാൻ മാറ്റം വരുത്തിയത്. നിലവിലുണ്ടായിരുന്ന പോക്കൽ ലെങ്ത്താണ് ഈ കാണുന്നത്. ഇത് ഞാൻ അയച്ചു മാറ്റിയിട്ട് അഡീഷണലായിട്ടൊരു പോക്കൽ ലെങ്ത് കൊടുത്താണത്. ആദ്യം പോക്കൽ ലെങ്ത് ഉണ്ടായിരുന്നത് ഈ ഹോളിലായിരുന്നു. ഇവിടെയാണ് ഇപ്പോൾ നമുക്ക് 68ൻ്റെ സിഗ്നൽ കിട്ടുന്നത്. അതുകൊണ്ടാണ് അത് അയച്ചു മാറ്റാൻ കാരണം. രണ്ടാമത് ചെയ്തത് ഈ സൈഡിലേക്കാണ്. ഈ സൈഡിലേക്ക് ചെയ്യുമ്പോൾ നിലവിലുള്ള പോക്കൽ ലെങ്ത്തിനെക്കാട്ടിയും 5 സെൻറ്റിമീറ്റർ കൂടുതൽ വെച്ചിട്ടുണ്ട്. രണ്ടാമത് ചെയ്ത പോക്കൽ ലെങ്ത് വലിപ്പം കൂട്ടിയിട്ടുണ്ട് 5 സെൻറ്റിമീറ്റർ. ആദ്യം പോക്കൽ ലെങ്ത് ഇവിടെ ആയിരുന്നു ഞാൻ പറഞ്ഞു. പിന്നീട് കൊടുത്തത് ഈ സൈഡിലാണ്. എന്നാൽ ഇതിൻ്റെ അടിഭാഗം നിലവിൽ ഉള്ള സ്ഥലത്ത് തന്നെ ആദ്യം എവിടെയായിരുന്നു അടിഭാഗം കൊടുത്തിരുന്നത് അവിടെ തന്നെയാണ് ഇപ്പോഴും കൊടുത്തിട്ട് ഉള്ളത്. നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു തടസ്സം വരികയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ആദ്യം ചെയ്യേണ്ടത് സെൻറ്റർ കൊടുത്തിരിക്കുന്ന 76 ഡിഗ്രീൻ്റെ വീക്ക് TP എത്ര ശതമാനം സിഗ്നൽ കിട്ടുമെന്നുള്ളത് എഴുതി വയ്ക്കുക. നിലവിലുള്ള പോക്കൽ ലെങ്ത് ഊരാതെ തന്നെ അഡീഷൻ കൊടുക്കുന്ന പോക്കൽ ലെങ്ത്തിൻ്റെ ബെൻഡ് അടിച്ച് ഇതേപോലെയുള്ള ബെൻഡ് അടിച്ച് സ്ക്രൂ ചെയ്യുക. പിന്നീട് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞ TP ഏറ്റവും സിഗ്നൽ കുറവുള്ള TP നിങ്ങളെ മീറ്ററിലോ റിസീവറിലോ ആഡ് ചെയ്ത് റെഡിയാക്കി വയ്ക്കുക. ഈ കാണുന്ന TP ആണ് 76 സിഗ്നൽ കുറവുള്ള TP. കഴിഞ്ഞ വീഡിയോയിലും ഞാൻ ഈ TP കാണിച്ചിരുന്നു. അന്നും കിട്ടിയിരുന്നത് 58%. രണ്ടാമത് പഴയ പോക്കൽ ലെങ്ത് ഒഴിവാക്കിയിട്ടും രണ്ടാമത് പുതിയ പോക്കൽ ലെങ്ത് കൊടുത്തപ്പോഴും നമുക്ക് അതേ സിഗ്നൽ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഞാൻ കാണിച്ച 76 TP നിങ്ങൾക്ക് ആദ്യം കിട്ടിയിരുന്ന അതേ സിഗ്നലായിരിക്കണം പഴയ പോക്കൽ ലെങ്ത് അഴിച്ചു മാറ്റി പുതിയ പോക്കൽ ലെങ്ത് കൊടുക്കുമ്പോഴും കിട്ടേണ്ടത്. അതേ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ അഡീഷണലായിട്ട് കൊടുത്തിരിക്കുന്ന 83 ഡിഗ്രീൻ്റെ സിഗ്നലിൽ എത്ര ശതമാനം കിട്ടിയിരുന്നത് അതേ ശതമാനം വീണ്ടും കിട്ടും. അതേപോലെ തന്നെ നമ്മൾ മൂന്നാമത് കൊടുക്കുന്ന 68 ഡിഗ്രീൻ്റെ സിഗ്നലും നല്ല രീതിയിൽ കിട്ടും. നമ്മൾ കൊടുത്തിരിക്കുന്ന 3 സാറ്റലൈറ്റിൻ്റെ സിഗ്നൽ ഈ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ സിഗ്നൽ കിട്ടുന്നതാണ്. സെൻട്രൽ ഫോക്കസ് ഒന്ന് ഒരിക്കലും മാറാൻ പാടില്ല. നമ്മൾ അഡീഷണലായിട്ട് ഈ പോക്കൽ ലെങ്ത് ഫിറ്റ് ചെയ്യുമ്പോൾ പുതിയതായിട്ട് ചെയ്യുന്ന പോക്കൽ ലെങ്ത് ഫിറ്റ് ചെയ്യുമ്പോൾ 68 ഡിഗ്രിയിൽ നിന്ന് നമുക്ക് ഒരു മലയാള ചാനൽ കിട്ടുന്നുണ്ട്. അതാണ് സിഗ്നൽ കുറവുള്ള TP. അതിൻ്റെ സിഗ്നൽ സോളിഡ് മീറ്ററിൽ എത്ര ശതമാനം കിട്ടുമെന്നുള്ളത് നോക്കാം. 61% സിഗ്നൽ കിട്ടുന്നുണ്ട്. 40-34 വെർട്ടിക്കൽ 21-600 61% സിഗ്നൽ കിട്ടുന്നത്. ഇത് നല്ല രീതിയിൽ പിക്ചർ കിട്ടും. ഒരു സ്റ്റില്ലും വരില്ല. ഫുൾ ടൈം കിട്ടുന്നുണ്ട് എനിക്ക്.
76 ഡിഗ്രീൻ്റെ കൂടെ 68 ക്ലാമ്പ് ചെയ്യുമ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യുക, LNB കയ്യിൽ വെച്ച് പിടിച്ച് നോക്കുക സിഗ്നൽ എങ്ങനെ കുത്തുന്നു എന്നുള്ളത്. അത് നോക്കിയിട്ട് വേണം ചെയ്യാൻ. 68-ലെ സിഗ്നൽ കിട്ടാൻ പോക്കൽ ലെങ്ത് ഒരു തടസ്സമാണെങ്കിൽ മാത്രമേ അയച്ചു മാറ്റാൻ പാടുള്ളൂ. അയച്ചു മാറ്റുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ രീതിയിൽ ചെയ്യുക. എന്നാൽ നിങ്ങൾക്ക് ഈ 3 സാറ്റലൈറ്റിൻ്റെ സിഗ്നലും നല്ല രീതിയിൽ കിട്ടും. ട്രാക്കിങ്ങിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയണമെങ്കിൽ എൻ്റെ വാട്സപ്പിൽ വോയിസ് അയക്കാം, അല്ലെങ്കിൽ നേരിട്ട് വിളിക്കാം.